ഹലോ മുത്തുമണി, എന്തൊക്കെ പഠിച്ചല്ലേ? നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവിൽ വമ്പൻ കുതിപ്പ് കുതിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ വിജയമാണ് ചിത്രത്തിന് കിട്ടിക്കൊണ്ട്. എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇത്രത്തോളം ഒരു വലിയൊരു വിജയം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അതും കേരളം മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ GCC കൺട്രീസിലൊക്കെ വമ്പൻ ബുക്കിംഗ് കേട്ടോ. പ്രത്യേകിച്ച് UAE നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ട് ഒരു ഒരു ഷോ വരെ നടത്തി. ലേഡീസ് ഓൺലി ഒരു ഷോ വരെ നടത്തി. അതും മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് GCC കൺട്രീസിൽ. നമ്മളെ കേരളത്തിലൊക്കെ മമ്മൂക്കയുടെ ചിത്രത്തിൽ, ലാലേട്ടൻ്റെ ചിത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ലേഡീസ് ഫാൻ ഷോസൊക്കെ. പക്ഷേ GCCയിൽ ഫസ്റ്റ് ടൈമാണ് മമ്മൂക്കയുടെ എന്നല്ല, ഒരു മലയാള സിനിമയ്ക്ക് ലേഡീസ് ഓൺലി ഷോ. അതും കളങ്കാലം. അതിലൊരു മാസ് ഒരു പടമല്ല, അല്ലെങ്കിൽ ഒരു കോമഡി പടമല്ല. പക്ഷെ മമ്മൂക്കയുടെ അഭിനയം കാണാൻ വേണ്ടി, മമ്മൂക്കയുടെ ആ വില്ലനിസം കാണാൻ വേണ്ടി മാത്രം കേട്ടോ ആളുകൾ ഈ ചിത്രത്തിന് ഇടിച്ചു കയറുന്നത്. അതിൻ്റെ ഇതൊക്കെ ബോക്സ് ഓഫീസ് ഒരു പ്രത്യേക ഫാൻ ഷോ, തേർഡ് ഷോസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും ഒക്കെ ഷോസ് വമ്പൻ തകൃതിയായി നടന്നിരിക്കും. മമ്മൂക്കയുടെ എന്തായാലും 2025 ലാസ്റ്റ് മമ്മൂക്ക ക്രിസ്മസ് അടക്കം മമ്മൂക്ക തൂക്കുന്നുള്ള രീതിയിലാണ് ചിത്രത്തിൻ്റെ പോക്ക്. എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ്, എല്ലായിടത്തും നല്ല അഭിപ്രായമാണ്. ഒരിക്കലും മമ്മൂക്കയുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമല്ല ഇതെന്നാണ് ഒരുപാട് പ്രേക്ഷകരായാലും മറ്റുള്ളവരൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു പറഞ്ഞെന്ന് വെച്ചാൽ മമ്മൂക്കയൊന്നും ഒരിക്കലും മമ്മൂക്കയെ ഇങ്ങനെ കാണാൻ ശരിക്കും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മമ്മൂക്കയുടെ അത് കാണുമ്പോൾ എന്താ പുള്ളിയെ സമ്മതിക്കാതെ പോയി. കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി ഏറ്റെടുത്ത്. കാരണം ഒരു സ്റ്റാറുള്ള ഒരു നടനാണ്, ഒരു മെഗാസ്റ്റാറാണ് പുള്ളി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കുന്നതിന് ഒരുപാട് വിമർശനങ്ങളായിട്ടും ഒരുപാട് അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും വില വെക്കാതെ എന്താണ് ക്യാരക്ടർ എന്ന് നോക്കിയിട്ട് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ഒരു എന്താ പറയുക, മനസ്സിന് ഒരു ധൈര്യത്തിന് ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ വേറൊരു അപ്ഡേഷൻ, നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന പാട്രിയോട്ട് എന്ന ചിത്രത്തിൻ്റെ കൊച്ചിയിലെ ഷൂട്ട്, അതായത് കൊച്ചിയിലെ ഷെഡ്യൂളിലെ ലാസ്റ്റ് സിനിമയുടെ പോർഷനാണ്. അത് കൊച്ചിയിൽ ഇന്നലത്തോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷെഡ്യൂളോടെ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം തീരും. കാരണം ഇവിടെ ഇതിൻ്റെ മെയിൻ പോർഷൻസാണ് എടുക്കുന്നത്. അതുപോലെ ഇതിലെ ആക്ഷൻസും അതിലുള്ള മെയിൻ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ സീൻസും ഇവർ 4 പേരുള്ള കോമ്പിനേഷൻസും ഒക്കെയാണ് എടുക്കുന്നത്. ഇന്നലെ അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ, ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ അതിനൊരു അഭിനന്ദനം, ഒരു എന്താ പറയുക, അദ്ദേഹത്തെ ഒരു ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൊന്നാട അണിയിപ്പിച്ച് ഇന്നലെ മമ്മൂക്കയും മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ ഇന്നലെ ആ സെറ്റിൽ ആഘോഷിട്ടോ. ഒരുപാട് സന്തോഷം. കാരണം മമ്മൂക്കൊക്കെ എന്നും നമ്മുടെ ലാലേട്ടന് അദ്ദേഹത്തിന് ഒരു അനുജനായിട്ട് അദ്ദേഹം കാണും. അതിൻ്റെ ഇതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് വാത്സല്യമുണ്ട് അദ്ദേഹത്തോട്. ഓരോ ഫാൻസുകാർ ഇങ്ങനെ ചൊറിഞ്ഞു വരുമ്പോഴും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവർ തമ്മിൽ എത്രത്തോളം കൂട്ടുകാരാണ്, എത്രത്തോളം ഒരു എന്താ സഹോദരി ബന്ധം കാത്തു സൂക്ഷിക്കണം എന്നവരൊക്കെ മനസ്സിലാക്കിയിട്ടോ ഈ ഇന്നലത്തെ ആ വീഡിയോ എന്താ പറയുക കണ്ടത്. കാരണം അങ്ങനെ ഒരു മറ്റുള്ള ഇൻഡസ്ട്രിയിലൊന്നും നടക്കാത്തൊരു സംഭവമാണ് എന്താണ് ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ. അത് മലയാളത്തിൽ മാത്രം, ഇവർക്ക് തമ്മിൽ മാത്രം നടക്കുന്നൊരു സംഭവമാണ്. എത്രത്തോളം ഉയരത്തിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, അപ്പുറമാണ്. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിന് ആ സെറ്റിൽ വെച്ചിട്ട് അങ്ങനെ ആദരിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.